പിന്നെ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ആ 2 തരത്തിലുള്ള കന്യകമാരെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഒരു കൂട്ടം കന്യകമാർ ആ മണവാളിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അവർ ഒരുങ്ങിയല്ല പോയത്. അവർ പോയി, പക്ഷേ അവരുടെ വിളക്കിനകത്ത് എണ്ണയില്ലായിരുന്നു. അത് പക്ഷേ വേറെ കുറേ കന്യകമാർ എങ്ങനെയാണ് ഒരുങ്ങി ആ മണവാളിനെ റിസീവ് ചെയ്യുവാനായിട്ട് ഒരുങ്ങിപ്പോയിരുന്നു. കാരണം അതുപോലെ തന്നെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ ആ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ യേശു ക്രിസ്തു, ആ റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ്, അപ്പോൾ നമ്മൾ ഒരുങ്ങി വേണം പോകുവാനായിട്ട്, ആ മണവാളനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി വേണം. നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടി വേണം നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട്. അതിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ അതിൽ നിന്നൊന്നും വീണു പോകാതെ ആ മണവാളൻ വരുമ്പോൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു ജനം ആയിരിക്കണം നമ്മൾ. പിന്നെ നമുക്കറിയാം 1 പത്രോസ് 1-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ പിന്നെയും പറയുന്നുണ്ട്, അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം? ആസ് ഒബീഡിയന്റ് ചിൽഡ്രൻ, നോട്ട് കൺഫോമിങ് യുവർ സെൽസ് ടു ദ ഫോമർ ലസ്റ്റ് ആസ് ഇൻ യുവർ ഇഗ്നോറൻസ്, ബട്ട് ആസ് ഹി ഹു കോൾഡ് യു ഈസ് ഹോളി, യു ഓൾസോ ബി ഹോളി ഇൻ ഓൾ യുവർ കോണ്ടക്ട്. ഒന്ന് വായിച്ചേ. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവിൻ. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. 17 വായിച്ചേ. ഓരോരുത്തനെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവിൻ. അപ്പോൾ ഈ പ്രവാസകാലത്ത് നമ്മൾ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് ദൈവം അന്വേഷിക്കും. നമ്മൾ ചെയ്ത പ്രവൃത്തികൾ എന്താണ് നമ്മൾ ചെയ്ത പ്രവൃത്തികൾ? ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തെ സംബന്ധിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾ എന്തുമാത്രം അയച്ചവനിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് ദൈവം തീർച്ചയായിട്ടും അന്വേഷിക്കും പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് നമ്മൾ കാഴ്ചയിലോ നമ്മൾ പ്രാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതിനുപരി ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. പിന്നെ 1 പത്രോസ് 2-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിൽ അവിടെയും പറയുന്നുണ്ട്, Beloved, I beg you as sojourners and pilgrims, abstain from fleshy lusts which war against the soul. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ടത് ഈ ലോകത്തിലെ കാര്യങ്ങളിലല്ല, അതിനുപരി സ്വർഗരാജ്യത്തിലെ ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 28-ാമത്തെ വചനത്തിൽ അവിടെ യോഹന്നാനെ, ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ചും നമ്മളെക്കുറിച്ചും പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് ഒരു കമ്പാരിസൺ, ആരാണ് സ്വർഗരാജ്യത്തിൽ, അല്ല ആരാണ് വലിയവൻ എന്ന് പറയുക. ഒന്ന് വായിച്ചേ. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. ആരിൽ നിന്ന് ജനിച്ചവനിൽ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. എങ്കിലും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടെ, ദൈവം നോക്കുമ്പോൾ ആ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച ആ യേശുവിനെ സ്വന്തമാക്കിയ, രക്ഷകനും നാഥനോട് സ്വന്തമാക്കിയവൻ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്നിധി, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ വളരെ ശ്രേഷ്ഠമായ ഒരു വ്യക്തിയാണ്, വളരെ വലിയവനാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ആ യേശുവിൻ്റെ അടുക്കിലേക്കും യേശുവിൻ്റെ ആ പ്രീതിയിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. പക്ഷെ അത് സ്വീകരിക്കുന്നതിന് മുമ്പ് ദൈവം പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. അല്ലാതെ യേശുവിനെ ചരിത്രത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരാ. അല്ലെങ്കിൽ ഒരു നോവലിലെ, ഒരു പുസ്തകത്തിലെ കഥയിലെ ഒരു ക്യാരക്ടർ ആയിട്ട് അറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. യേശുവിനെ നമ്മളുടെ സ്വന്തമായ വ്യക്തിപരമായ രക്ഷകനും നാഥനുമായിട്ട് നമ്മൾ അറിയണം. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 3:2 യോഹന്നാൻ പറയുകയാണ്,
മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുവും പറയുകയാണ് മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 17-ാമത്തെ വചനത്തില്. എന്താണ് പറഞ്ഞത്? അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുവും പ്രസംഗിക്കാൻ തുടങ്ങി. എന്താണ് ആ മെസ്സേജ്? സെയിം മെസ്സേജാണ്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ആ സ്വർഗരാജ്യം എവിടെയാണ് എന്നുള്ളത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്. സ്വർഗരാജ്യം എവിടെയാണ്? സ്വർഗരാജ്യം നമ്മൾക്ക് വായിച്ച് കേൾക്കാം. ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 20 മുതൽ 37 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ആഗമനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് 20-ാമത്തെ വചനം ഒന്ന് വായിച്ച് കേൾക്കാം. ലൂക്ക 17:20. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് ഫരീസ്യർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടി അല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. എവിടെയാണ് ദൈവരാജ്യം? നമ്മുടെ ഇടയിൽ, നമ്മളുടെ മധ്യേ തന്നെ. ഇറ്റ് ഇസ് വിത്തിൻ യു. സ്വർഗരാജ്യം ഇസ് വിത്തിൻ യു, നമ്മളിലാണ്. കാരണം എന്താണ്? ആ സ്വർഗരാജ്യത്തിലെ രാജാതിരാജൻ എവിടെയാണ്? ഒരു കല്ലോ അല്ലോ ഇതിനകത്ത് ഒരു സാധനത്തിനകത്ത് പൂട്ടി വെച്ചിരിക്കുകയാണോ? ഹലോ, രാജാതിരാജനായ യേശു ക്രിസ്തു, കർത്തനായ യേശു ക്രിസ്തു എവിടെയാണ്? നമ്മളുടെ ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ സ്വർഗരാജ്യത്തിലെ രാജാതിരാജാണെങ്കിൽ ആ സ്വർഗരാജ്യം ഇസ് വിതിൻ യു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിതിൻ യു എന്ന് പറഞ്ഞേ. സ്വർഗരാജ്യം എന്നിലാണ്, ഇസ് വിതിൻ അസ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ. അല്ലാതെ ഒരു കെട്ടിടത്തിനകത്ത് അല്ലെങ്കിൽ കെട്ടിടത്തിനകത്ത് ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അല്ല യേശു വസിക്കുന്നത്. യേശു വസിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലും എൻ്റെ ഹൃദയത്തിലുമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം. കാരണം യേശു ക്രിസ്തുവിനെ ഒരു സ്ഥലത്ത് നമ്മൾക്ക് ആക്കുവാൻ പറ്റുകയില്ല. യേശു ക്രിസ്തു എല്ലായിടത്തും ഉണ്ട്. ദ മാനിഫെസ്റ്റഡ് പ്രസൻസ്, ദൈവത്തിൻ്റെ ആ പ്രത്യേക സാന്നിധ്യം ആ അഭിഷേകമുള്ളയിടത്തുണ്ട്. ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദ മാനിഫെസ്റ്റഡ് പ്രസൻസ് ഓഫ് ഗോഡ്. പക്ഷേ യേശു ക്രിസ്തു വസിക്കുന്നത് നമ്മളുടെ ഹൃദയങ്ങളിലാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 20-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ ഹൃദയ കവാടങ്ങളിൽ വന്ന് മുട്ടും, നിങ്ങൾ തുറക്കുകയാണെങ്കിൽ ഞാൻ അകത്ത് പ്രവേശിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം ആഗ്രഹിക്കുന്നത് ആരുടെ കൂടെ വസിക്കുവാനാണ്? നമ്മളുടെ കൂടെ വസിക്കുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾക്കറിയാം, അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ യോഹന്നാനേക്കാൾ വളരെ ശ്രേഷ്ഠമായ വ്യക്തികളാണ്, വളരെ ഭാഗ്യമുള്ള വ്യക്തികളാണ് എന്ന് യേശു ക്രിസ്തു എടുത്തു പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവരെ നയിച്ചിരുന്നതും അവർ ആ നിയമത്തെയാണ് മുന്നിൽ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് നിയമം ആര് വഴി നൽകപ്പെട്ടു? മോശ വഴി നൽകപ്പെട്ടു. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ആ കുരിശു മരണം വഴി ദൈവം ആ പഴയ ഉടമ്പടി മാറ്റിയിട്ട് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. പുതിയ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ നിയമം മാറിയിട്ട് കൃപയും സത്യവും ആ സ്ഥലത്ത് വന്നു. ആ കൃപയും സത്യവും നിയമത്തെക്കാൾ വളരെ ശ്രേഷ്ഠമാണ്. ദൈവരാജ്യത്തിൻ്റെ അടയാളം എന്താണ്? യേശു ക്രിസ്തു ആവുന്ന കൃപയും സത്യവും. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവരാജ്യത്തിലുള്ള ഏറ്റവും ചെറിയവൻ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയിൽ ജീവിച്ചിരുന്ന വ്യക്തികളെക്കാൾ വളരെ ശ്രേഷ്ഠമാണ്, വളരെ ഭാഗ്യവാനാണെന്നുള്ളത്. പിന്നെ നമുക്ക് മനസ്സിലാക്കണം, പക്ഷെ പല വ്യക്തികളും ഇന്ന് ആ കൃപയും സത്യത്തെയും മാറ്റിവെച്ചിട്ട് ആ നിയമത്തെയാണ് മുറുകെ പിടിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, പിന്നെയും നമ്മൾ കേട്ടതാണ്, പിന്നെ ഒരിക്കൽ കൂടെ കേൾക്കണം. ഗലാത്യർക്ക് ലേഖനം 4-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം ഒന്ന് വായിച്ച് കേൾക്കാം. ആ നിയമത്തെ മുറുകെ പിടിക്കുകയാണ്. കൃപയും സത്യവുമെന്ന് യേശു ക്രിസ്തുവിനെ നിഷേധിച്ച് അത് വേണ്ട, ഞാൻ നിയമം അനുസരിക്കാം, ഞാൻ പ്രവർത്തികൾ ചെയ്യാം, എൻ്റെ രക്ഷ അവിടെയാണ്, ഞാൻ നല്ലൊരു വ്യക്തിയാകും, ഞാൻ നിയമങ്ങളൊക്കെ പാലിക്കും. നല്ല വ്യക്തിയാകണം, നിയമങ്ങൾ പാലിക്കണം. പക്ഷേ നല്ല വ്യക്തിയായിട്ടും നിയമങ്ങൾ പാലിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷ കിട്ടുകയില്ല. കാരണം രക്ഷകനിലാണ്. രക്ഷകന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. യേശു ക്രിസ്തു കൃപയും സത്യവുമാണ്. ഒന്ന് വായിച്ചേ. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ
ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷകനോടും രക്ഷയോടും കൂടിയുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണുപോവുകയും ചെയ്തിരിക്കുന്നു. നമുക്കൊന്ന് ലൂക്കായുടെ സുവിശേഷം. അങ്ങനെ പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കണം, പ്രവൃത്തിയല്ല, നിയമമല്ല നമ്മളെ രക്ഷിക്കുന്നത്, കൃപയും സത്യവുമാണ് നമ്മളെ രക്ഷിക്കുന്നത്. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തു ഇല്ലാതെ ഒരു ജീവിതം നിങ്ങളെ നരകത്തിലോട്ടേ കൊണ്ടുപോവുകയുള്ളൂ. കാരണം നിങ്ങൾ ഒന്നെങ്കിൽ മരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനോട് കൂടെ ആകുവാൻ സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പിശാചിൻ്റെ കൂടെ ആയിരിക്കും. ഇതിൻ്റെ മധ്യേ ഒരു സ്ഥലമില്ല. പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന വ്യക്തികൾ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല. ഒന്നെങ്കിൽ വെളിച്ചമുണ്ട്, അല്ലെങ്കിൽ ഇരുട്ടാണ്. ഇതിൻ്റെ മധ്യ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സ്വിച്ച് ഓണാണ്, ഓഫാണ്, മധ്യ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, യേശു ക്രിസ്തു എന്ന രക്ഷകനെ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സ്വീകരിക്കാനുള്ള അവസരം കിട്ടുകയില്ല. കാരണം പല വ്യക്തികളും കിട്ടുമായിരിക്കുമെന്ന് പറഞ്ഞ് ജീവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് വചനത്തിലൂടെ നോക്കാം ചില വ്യക്തികളെ കുറിച്ച്, ചില സാഹചര്യങ്ങളെ കുറിച്ച്, ചില കാലഘട്ടത്തെ കുറിച്ച്. ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 26 മുതൽ ഒന്ന് വായിക്കാവോ സിസ്റ്റർ? നോവ എന്ന് പറയുന്നൊരു വ്യക്തി, ആർക്കൊക്കെ അറിയാം നോവയെ കുറിച്ച്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നോവ ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 26 മുതൽ. നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും. നോവയുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, വായിക്കുക. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും. തിന്നുന്നതിലുള്ള കുഴപ്പമുണ്ടോ? ഇല്ല. കുടിച്ചു എന്ന് പറഞ്ഞാൽ മദ്യപാനമായിരിക്കാം, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ. അവരുടെ ശരീരത്തിന്റെ ക്ഷേമം നോക്കി അവർ ജീവിച്ചു. ബാക്കി വായിച്ചേ. അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നു മനുഷ്യൻ ഏകനാകുന്നത് നല്ലതല്ല, അല്ലേ? അപ്പൊ വിവാഹം ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുമാണ് മനുഷ്യൻ വിവാഹം ചെയ്യണം. വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. അപ്പന്മാര് മാതാപിതാക്കൾക്ക് ഒരു കടമയുണ്ട്, മക്കളെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന്. വായിക്കുക. ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. നോഹയുടെ കാലത്ത് ചെയ്ത കാര്യങ്ങള് എല്ലാം നല്ല കാര്യങ്ങളാണ്. ചിലപ്പോ ആ പാനീയത്തിൽ മാത്രം ചിലപ്പോൾ ഇച്ചിരി എക്സസ് ഉണ്ടായിരുന്നായിരിക്കും, അല്ലേ? അവർ സാധാരണഗതിയിൽ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. അവിടെ അവർ വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു, മോഷ്ടിച്ചു എന്നൊന്നും പറഞ്ഞില്ല, അല്ലേ? ബാക്കി വായിച്ചേ. ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. ലോകത്തിലെ മനുഷ്യൻ ജീവിക്കുന്നതോറും അവന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഇന്ന് വരികയാണെങ്കിൽ, യേശുക്രിസ്തു വരികയാണെങ്കിൽ ഇന്നും പറയും ഇന്ന് അതുപോലെ തന്നെയാണ്. 3 കാര്യം പറയും. നോവയുടെ കാലത്ത് അങ്ങനെയായിരുന്നു, ലോത്തിന്റെ കാലത്ത് ഇന്നായിരുന്നു. കൊച്ചിയില് മാർച്ച് മാസം 6-ാം തീയതി 2007 അന്നും അതുപോലെ തന്നെയായിരുന്നു. വായിച്ചേ. ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും, കുഴപ്പമില്ല, കുടിക്കുന്നതിന് കുഴപ്പമില്ല, വാങ്ങുകയും വിൽക്കുകയും, കച്ചവടം ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? നടുകയും. കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാതെ നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ കിട്ടും? കച്ചവടം ചെയ്തു, വാങ്ങിച്ചും വിൽറ്റും. പിന്നെ ബാക്കി നടുകയും. നടണ്ടേ? നമുക്ക് ആഹാരം വേണമെന്നുണ്ടെങ്കിൽ നടണം. വീട് പണിയണ്ടേ? ദൈവം പറയുന്നത് നമുക്ക് വീടുകൾ വേണം, പാർപ്പിടങ്ങൾ വേണം. ചെയ്തുകൊണ്ടിരുന്നു. മനുഷ്യൻ സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെല്ലാം നശിപ്പിച്ചു. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും ഇതുപോലെ തന്നെയായിരിക്കും. മനുഷ്യൻ തിന്നും കുടിച്ചും കല്യാണം കഴിച്ചും കഴിപ്പിച്ചും ഭവനങ്ങൾ പണിതും നട്ടും കൊയ്തും ഒക്കെ ജീവിക്കും. അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ആകുന്ന രക്ഷകനെ കുറിച്ച്
അറിവോ വെളിവോ ഇല്ല. അവരാ രക്ഷകനെ സ്വീകരിച്ചിട്ടുമില്ല. അവൻ വരുന്നതിന് വേണ്ടി അവർ ആകാശപൂർവ്വം കാത്തിരിക്കുന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ആ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുകയില്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നത് നിത്യരക്ഷ എന്ന് ഉള്ളത് എന്താണ്? ഏക സത്യ ദൈവത്തെയും അവൻ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നാണ് നിത്യരക്ഷ, നിത്യജീവൻ. അപ്പോൾ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ യേശുവിനെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, പിതാവായ ദൈവത്തെ നിങ്ങൾക്ക് അറിയുകയില്ലെങ്കിൽ, നിങ്ങൾ തിന്നും കുടിച്ചും നട്ടും കൊയ്തും പാർപ്പിടങ്ങൾ പണിതും നിങ്ങൾ കല്യാണം കഴിച്ചും കഴിപ്പിച്ചും ഒക്കെ ഇരിക്കും. പക്ഷേ രക്ഷകൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുകയില്ല. അവൻ വന്നു പോകുമ്പോൾ നിങ്ങൾ അവനെ അറിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം ഈ സത്യം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇന്ന് വളരെയധികം സമയവും പ്രയത്നിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളായിരിക്കും, മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ശ്രേഷ്ഠമായ ഒരു കാര്യമുണ്ട്. ആ യേശുവിനെ അറിയുക, ആ രക്ഷകനെ അറിയുക. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് കാണാം ചില കാര്യങ്ങൾ മനുഷ്യൻ സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് ചെയ്യുന്നതിൽ ഒരു പാപവും ഒരു തെറ്റുമല്ല. എന്ന് വായിച്ചേ. നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 18 മുതൽ 20 വരെ വചനങ്ങൾ. അത് ഒരു വലിയൊരു വിരുന്നിനെ കുറിച്ചാണ് പറയുന്നത്. ആ രാജാവ് വിരുന്നിന് വിളിച്ചവരെ വിളിക്കുവാനായിട്ട് ഭൃത്യന്മാരെ വിട്ടപ്പോൾ അവർ ചില എക്സ്ക്യൂസുകൾ പറഞ്ഞു. അവർക്ക് വേറെ പല കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്ന് പറയുകയാണ്. എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴുകഴി പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഹലോ, വയലില്ലെങ്കിൽ നെല്ല് അവിടെ നമുക്ക് നടാൻ പറ്റുമോ? നട്ടിട്ടില്ലെങ്കിൽ കൊയ്യാൻ പറ്റുമോ? കൊയ്തിട്ടില്ലെങ്കിൽ ഭക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് വയല് വാങ്ങിക്കുന്നതും നല്ലതാണ്, വയലിൽ ജോലി ചെയ്യുന്നതും നല്ലതാണ്, നല്ല കാര്യമാണ്. പിന്നെ അത് പോയി കാണേണ്ടിയിരിക്കുന്നു. എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ച് നോക്കാൻ പോകുന്നു. കാളകളെ വാങ്ങിച്ച് പരീക്ഷിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ പല കാര്യങ്ങളും വാങ്ങിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ അവന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. പിന്നെ ഒരുത്തൻ എന്ത് ചെയ്തു? എനിക്ക് ഒഴിവ് തരണമെന്ന് അപേക്ഷിക്കുന്നു. മൂന്നാമതൊരുവൻ പറഞ്ഞു, എന്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. വിവാഹം കഴിക്കുന്നതിനുള്ള കുറ്റമുണ്ടോ? ഹലോ, ഇല്ല. വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഭാര്യയുടെ കൂടെ ഇരിക്കുന്നതിനുള്ള കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ അവരെല്ലാവരും ചെയ്ത കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്ന് യേശു ക്രിസ്തുവിനെ വേണ്ട എന്ന് വെക്കുന്ന വ്യക്തികളും സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അവർ ബിസിനസ്സിൽ അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളിൽ അവർ ഏർപ്പെട്ടിട്ട് അവർക്ക് യേശു ക്രിസ്തുവിനെ അറിയുവാൻ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജീവന്റെ രക്ഷയുടെ വചനങ്ങൾ കേൾക്കുവാനോ അതിനെക്കുറിച്ച് വായിക്കുവാനോ അതിനെക്കുറിച്ച് ധ്യാനിക്കുവാനോ ഉള്ള സമയം ഇല്ല. ചെയ്യുന്ന കാര്യങ്ങൾ പാപങ്ങളല്ല, പക്ഷേ യേശു ക്രിസ്തുവിന് സമയമില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ രക്ഷകനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ ന്യായസിംഹാസനത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ യേശു ക്രിസ്തു പറയും, എനിക്കും ഇവനെ അറിഞ്ഞുകൂടാ. കാരണം ഈ ലോകത്തിലായിരുന്നപ്പോൾ ഞാനും അവനുമായിട്ട് ഒരു ബന്ധവുമില്ലായിരുന്നു. പല വ്യക്തികളുണ്ടല്ലോ, ആവശ്യമുള്ളപ്പോൾ മാത്രം വളരെ സ്നേഹമാണ്, അയ്യോ എന്ത് സ്നേഹമാണ്, മുത്തി വരും അല്ലേ? ആവശ്യം കഴിയുമ്പോൾ നമ്മളെ അറിയാത്ത പോലെ നടിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനെ കളിപ്പിക്കാൻ പറ്റുകയില്ല. മനുഷ്യനെ കളിപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ യേശു ക്രിസ്തുവിനെ കളിപ്പിക്കാൻ പറ്റുകയില്ല. ദൈവത്തിനെ, പിതാവിനെ കളിപ്പിക്കാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവിനെ കളിപ്പിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വളരെ കണ്ണിങ് ആയിരിക്കും, വളരെ കൗശല്യപൂർവമായ മനുഷ്യനായിരിക്കും. നിങ്ങൾ എല്ലാ തരത്തിലും നല്ല എങ്ങനെ പറഞ്ഞാലും ആരെയും വീഴ്ത്താൻ പറ്റുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ പിതാവിൻ്റെ സന്നദ്ധിയിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വാകളൊക്കെ അടഞ്ഞു പോകും. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ. കാരണം ദൈവം ചോദിക്കുന്ന ഒരേ കാര്യമേ ഉള്ളൂ, ഈ ലോകത്തിൽ നീ ജീവിച്ചപ്പോൾ നീ എൻ്റെ പുത്രനെ അറിഞ്ഞിരുന്നുവോ? ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ നീ എൻ്റെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഇത് ചോദിക്കും പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾക്ക് എന്ത് മറുപടി കാണും? ബബ്ബ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് കാര്യമില്ല.
അല്ലെങ്കിൽ എനിക്കതറിയാൻ പറ്റിയില്ലായിരുന്നു, എന്നോട് ആരും പറഞ്ഞില്ല എന്ന് പറയുവാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് ആർക്കും ഒഴിവ് പറയാൻ പറ്റുകയില്ല. കാരണം നിങ്ങൾ ഇന്ന് ഈ ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഒഴിവുകേടും പറയാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം ഒരു കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ ദൈവം ചോദിച്ചുവല്ലേ, ഞാൻ നിനക്ക് തന്ന ടാലന്റുകൾ നീ എന്ത് ചെയ്തു? ഞാൻ നിനക്ക് തന്ന കഴിവുകൾ നീ എന്ത് ചെയ്തു? സ്വർഗരാജ്യത്തിന് വേണ്ടി നീ ചെയ്തിട്ടുണ്ടോ? ദൈവം പറയും, ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായ ഭൃത്യ, നല്ലവനും വിശ്വസ്തനായ ഭൃത്യ, നീ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അതേസമയം നീ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നീ ശിക്ഷയിലേക്ക് പോവുകയുള്ളൂ. സത്യം ഇതാണ്, യേശുക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, അതിൻ്റെ ക്ഷേമത്തെ നിങ്ങൾ അന്വേഷിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാനം നരകത്തിലായിരിക്കും, പിശാചിൻ്റെ കൂടെയായിരിക്കും. നിങ്ങൾ യേശുക്രിസ്തുവിനെ ഇന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അറിയുവാനും ആ യേശുവുമായിട്ട് ഒരു വ്യക്തിപരമായ സ്നേഹബന്ധമുണ്ടാക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഹല്ലേലൂയ. ഇച്ചിരി സമയമെടുത്താലേ നമുക്ക് തീർക്കാം. കാരണം ഹെബ്രായർക്കുള്ള 2-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒന്ന് വായിച്ചേ, 2-3 ഒന്ന് വായിച്ചേ. ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാകുകയും നിയമലംഘനത്തിനും അനുസരണയില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? എങ്ങനെ ഒഴിവാകും? ശിക്ഷയിൽ നിന്ന് ഒഴിവ് ആകുക ഇല്ല. കാരണം എന്താണ്? നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഇന്നലെ പങ്കുവെച്ചത് തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിൽ നമുക്കറിയാം, കെയ്ൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു, ആബേൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു, ഇല്ലേ? ആബേൽ എന്ന് പറഞ്ഞ വ്യക്തിയെ കെയ്ൻ എന്ത് ചെയ്തു? അവൻ കൊന്നപ്പോൾ ദൈവം ഒന്ന് അന്വേഷിക്കുകയാണ്. ദൈവം വന്ന് കെയ്നോട് ചോദിക്കുകയാണ് ചില ചോദ്യങ്ങൾ. 9-ാമത്തെ വചനം ഒന്ന് വായിച്ചേ, 4:9. കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? നിന്റെ സഹോദരൻ ആബേല് എവിടെ എവിടെ എന്ന് ദൈവം കെയ്നോട് ചോദിക്കുകയാണ്. അപ്പോൾ അവനൊരു മറുപടി കൊടുക്കുകയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ? എനിക്ക് വേറെ ജോലിയുണ്ട്. അപ്പോൾ ദൈവം എന്ത് പറഞ്ഞു അവനോട്? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നീ എന്താണ്? കാരണം ദൈവത്തിന് അറിയാം അവൻ എന്താ ചെയ്തതെന്ന്. നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുകയാണ്. സഹോദരന്റെ രക്തം എന്തിനാണ് കരയുന്നത്? പരിഹാരം വീട്ടുവാനായിട്ട്, നീതി പ്രവർത്തിക്കുവാനായിട്ട്. കാരണം ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ നിയമം, പഴയ നിയമത്തിൽ പറയുന്നത് ഒരു കണ്ണിന് ഒരു കണ്ണ്, അല്ലേ? ഒരു പല്ലിന് ഒരു പല്ല് എന്നാണ്. അത് നീതീകരിച്ചതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. an eye for an eye and a tooth for a tooth. എന്റെ ജീവൻ എന്റെ സഹോദരൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവൻ എടുക്കണം എന്ന് അവന്റെ രക്തം ആ നിലത്ത് നിന്ന് ദൈവത്തിനോട് കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. അതിലുള്ള തെറ്റുണ്ടോ? തെറ്റില്ല. പക്ഷേ നമ്മൾക്കറിയാം വേറൊരു വ്യക്തിയും രക്തം ചിന്തി. അത് പുതിയ ഉടമ്പടിയിലാണ് കാണുന്നത്. കാൽവരി കുരിശില് എനിക്കും നിങ്ങൾക്കും വേണ്ടി രക്തം ചിന്തിയ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിന്റെ രക്തം അവിടെ പിതാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പറഞ്ഞില്ല, ഇവന്റെ ജീവൻ എനിക്ക് വേണം, ഇവരെന്നെ കൊന്നു, അതിന് പരിഹാരമായിട്ട് അവരുടെ ജീവൻ വേണം. പക്ഷേ ഉപരി അതിന് പകരമായിട്ട് ആ കുരിശേൽ യേശു ക്രിസ്തു പറഞ്ഞു, പിതാവേ ഇവരെ മാപ്പ് കൊടുക്കണമേ, forgive them for they do not know what they do. ആ രക്തം വ്യത്യസ്തമായ രീതിയിലാണ് പിതാവിനോട് കരഞ്ഞപേക്ഷിച്ചത്, നമ്മളുടെ മാപ്പിന് വേണ്ടി, നമ്മളുടെ നീതീകരണത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. ഇത് മനസ്സിലാക്കണം. കാരണം ഒരു കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്ന നിയമത്തിന് ഉപരി ദൈവം അവിടെ കാണിച്ചത് ദൈവത്തിന്റെ കൃപയാണ്. നിയമം മാറ്റി വെച്ചിട്ട് ദൈവം അവിടെ കൃപ സ്ഥാപിച്ചു. യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് നമ്മൾ ഓരോരുത്തരും രക്ഷപ്പെട്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 9-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ രക്തം കൊണ്ട് യേശു എന്ത് ചെയ്തു എന്ന്. വായിച്ചേ. അവൻ അവിടെ പ്രവേശിച്ചു, നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല, അതിനുപരി അവന്റെ സ്വന്തം രക്തത്താൽ അവൻ നമ്മളുടെ ഓരോരുത്തരെയും സാത്താന്റെയും
നമ്മളുടെ ലോകത്തിൻ്റെയും പാപത്തിൻ്റെയും പിടിയിൽ നിന്ന് വീണ്ടെടുത്തു. ഇതാണ് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് പകരം പറയാമായിരുന്നു, ഇവരാണ് എന്നെ കൊന്നത്, ഇവരുടെ ജീവനും എനിക്ക് വേണമെന്ന് പറയാമായിരുന്നു. നിയമം അത് ആവശ്യപ്പെടുന്നുണ്ട്. എങ്കിലും നിയമം മാറ്റിവെച്ചിട്ട് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും ആ ദൈവത്തിൻ്റെ കൃപയുമാണ് അവിടെ വെളിപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, അതേ യേശു ക്രിസ്തു ഇന്നും നമ്മൾക്ക് വേണ്ടി, നമ്മളെ ശിക്ഷിക്കാനല്ല, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. പിതാവായ ദൈവത്തിന് മുമ്പിൽ നാം ഒരു വിരൽ ചൂണ്ടി ഇവൻ പാപിയാണ്, അവന് മരണം വേണമെന്ന് പറയുന്നതിനുപരി ആ ദൈവത്തിൻ്റെ രക്തം തന്നെ സാക്ഷിയായിട്ട് അവിടെ വന്ന് പറയുകയാണ്, ഇവൻ നീതീകരിക്കപ്പെട്ടവനാണ്, കാരണം ഞാൻ അവന് വേണ്ടി മരിച്ചു, അവന് വേണ്ടി എൻ്റെ രക്തം ചിന്തി. കാരണം ലേവ്യയുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 11-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, രക്തം പാപപരിഹാരത്തിന് വേണ്ടിയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രക്തം ചിന്താതെ പാപപരിഹാരമില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ പിതാവായ ദൈവത്തിന് മുമ്പിൽ, ആ ന്യായസിംഹാസനത്തിന് മുമ്പിൽ യേശു ക്രിസ്തുവിന്റെ രക്തം തന്നെ ഒരു സാക്ഷിയായിട്ട് പറയുകയാണ്, ഇവന് ശിക്ഷ വേണ്ട, കാരണം ആ ശിക്ഷ ഞാൻ എൻ്റെ ശരീരത്തിൽ 2007 കൊല്ലം മുമ്പ് ആ കുരിശിൽ ഏറ്റെടുത്തു. ഹി ഈസ് ജസ്റ്റിഫൈഡ്, ഹി ഈസ് ഡിക്ലെയർഡ് നോട്ട് ഗിൽറ്റി എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇത്രയധികം സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾ തിരിച്ച് സ്നേഹിക്കേണ്ടേ പ്രിയപ്പെട്ടവരെ. അതിനുപരി പുണ്യാളന്മാർ നല്ല വ്യക്തികളാണ്. ഈ മനുഷ്യനാണ് പുണ്യാളന്മാരെ ചീത്തയാക്കുന്നത്. പുണ്യാളന്മാരെയും മറ്റു വ്യക്തികളെയും നമ്മൾ വളരെ ശ്രേഷ്ഠമായിട്ട് കരുതി ആ യേശു ക്രിസ്തുവിനെ ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചാൽ അത് ശരിയാവുമോ പ്രിയപ്പെട്ടവരെ? അത് തെറ്റാണ്. അതാണ് പറയുന്നത്, ഇത്ര മഹത്തായ രക്ഷ നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാകുകയില്ല പ്രിയപ്പെട്ടവരെ. ആര് പറഞ്ഞാലും ആര് പഠിപ്പിച്ചാലും നിങ്ങൾ ഒഴിവാകുകയില്ല. കാരണം ആ രക്ഷ നിങ്ങൾ അവഗണിച്ചു. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ രക്ഷ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞത് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് നിങ്ങൾക്ക് കിട്ടുകയില്ല പ്രിയപ്പെട്ടവരെ. എത്രമാത്രം പ്രാർത്ഥിച്ചാലും, എത്രമാത്രം മെഴുകുതിരി കത്തിച്ചാലും, എത്രമാത്രം നേർച്ചയിട്ടാലും കിട്ടുകയില്ല. അത് കിട്ടുമെന്ന് പറയുന്നവര് നിങ്ങളെ കളിപ്പിക്കുകയാണ്, അവർ കബളിപ്പിക്കുകയാണ്. അതിൽ വിശ്വസിച്ച് നിങ്ങളുടെ രക്ഷ നിങ്ങൾ നശിപ്പിക്കരുതേ. നിങ്ങൾ ഇന്ന് തന്നെ ആ രക്ഷകനെ, യേശുവിനെ നിങ്ങൾ സ്വന്തമാക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെയാണ് സ്വന്തമാക്കിയത്. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. മരിച്ചു കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ. മരിച്ചു കഴിഞ്ഞിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റുകയില്ല. മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ നിദ്രയിൽ, നിങ്ങൾ ആ കുഴിയിൽ കിടക്കുകയുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഹീബ്രൂസ് 9-ാമത്തെ അധ്യായം 28-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ ഒന്നും കൂടെ നമുക്ക് വായിച്ച് കേട്ടിട്ട് അവസാനിപ്പിക്കാം. വായിച്ചേ, 27 വായിച്ചേ. കാരണം പലപ്പോഴും വിചാരിക്കുന്ന മനുഷ്യൻ മരിക്കും, പിന്നെ ചിലത് പറയുന്ന 40 ദിവസം ഇവിടെ കിടന്ന് കറങ്ങും, പിന്നെ എവിടെയോ പോകും, ആരും എവിടെയാന്ന്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വിധിയുണ്ട്. നീതിമാനുകൊണ്ടൊരു വിധി, പാപികൊണ്ടൊരു വിധി. നീതിമാന്റെ വിധി എന്താണ്? ഞാൻ ഒളിമ്പിക്സിൽ പോയിട്ട് ഞാൻ ഓട്ട മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുമ്പോൾ ആ സ്വർണത്തിന്റെ മെഡൽ തരുവാനുള്ള ഒരു ജഡ്ജ്മെന്റ്. അതേസമയത്ത് വേറെയുണ്ട്, യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് നിഷേധിച്ച വ്യക്തിക്ക് ആ നരകത്തിലേക്ക് പോകുവാനുള്ള വിധി. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട് വീണ്ടും വരുമെന്ന്? അത് വരാൻ സമയമായെന്ന് വിശ്വസിക്കാൻ ആരൊക്കെയുണ്ട്? ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, അടയാളങ്ങൾ, വരാനുള്ളതിൻ്റെ അടയാളങ്ങളെ കുറിച്ച് പറയുന്നത് ഒരുമാതിരി എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. അവസാനം പറഞ്ഞ ഏറ്റവും വലിയ അടയാളം, എൻ്റെ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടും. ഇന്ന് അതുണ്ട്, പ്രസംഗിക്കപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അവൈലബിൾ. ടെലിവിഷൻ മീഡിയയിലും മറ്റേ റേഡിയോ മീഡിയയിലും ലോകമെമ്പാടും ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ കാണുകയാണ്. ആരൊക്കെ അതിലേക്ക് ട്യൂൺ ചെയ്യുന്നോ അവർക്കത് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ വചനം പൂർത്തിയായി കഴിയുകയാണ്. വായിച്ചേ ബാക്കി. അവൻ
വീണ്ടും വരും, പാപപരിഹാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവം പാപപരിഹാരമല്ല. ആദ്യം വന്നത് എന്താണ്? യേശു ക്രിസ്തു ആ കുരിശേൽ മരിച്ച് പാപപരിഹാരമായിട്ട് എനിക്കും നിങ്ങൾക്കും രക്ഷയ്ക്ക് വേണ്ടി മരിക്കാനാണ് യേശു ക്രിസ്തു വന്നത്. രണ്ടാമത് വന്നത് യേശുവിനെ സ്വന്തമാക്കിയ, യേശുവിനെ മണവാട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുവാനും യേശുവിനെ നിഷേധിച്ചവരെ ഇവിടെ ശിക്ഷയ്ക്ക് വേണ്ടി വെക്കുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അവസാനം ഒരു വാക്കും കൂടെ വെച്ച് നിർത്താം. 1 യോഹന്നാൻ 2:28. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുകയാണ്, and now little children abide in him, that when he appears we may have confidence and not be ashamed before him at his coming. കുഞ്ഞുമക്കളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ആത്മധൈര്യം ഉണ്ടായിരിക്കുവാനും അവന്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കുവാനും വേണ്ടി അവനിൽ വസിക്കുവിൻ. Abide in